നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗസ സിറ്റിയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ 2 ബോംബാക്രമണങ്ങളിൽ 42 ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു. അൽ ഷാദി അഭയാർത്ഥി ക്യാമ്പിൽ 24 പേരും അൽ തുഫ മേഖലയിൽ 18 പേരുമാണ് കൊല്ലപ്പെട്ടത്. രണ്ടും ഹമാസ് താവളങ്ങളായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ പ്രസ്താവന. ഇതടക്കം കഴിഞ്ഞ 24 മണിക്കൂറിൽ ഗസയിൽ 101 ഫലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത്. സുരക്ഷിത മേഖലയെന്ന ഇസ്രായേൽ പറഞ്ഞിരുന്ന അൽ മാഫ്സിയിലെ അഭയാർത്ഥി ക്യാമ്പിൽ വെള്ളിയാഴ്ച നടത്തിയ കനത്ത ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 45ആയി ഉയരുകയായിരുന്നു. ഇവരിലേറെയും സ്ത്രീകളും കുട്ടികളുമാണ്. അധിനിവേശ ശക്തി എന്ന നിലയിൽ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ക്രമസമാധാനവും പൊതുസുരക്ഷയും ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം ഇസ്രായേലിനാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടന വ്യക്തമാക്കി. സുരക്ഷ ഉറപ്പുവരുത്താതെ ജീവകാരുണ്യ സഹായ വിതരണം സാധ്യമാകില്ല എന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പറഞ്ഞു. ഗസയിൽ ഇപ്പോൾ സമ്പൂർണ്ണ നിയമരാഹിത്യമാണ് നടക്കുന്നത്. പട്ടിണിയുടെ നടുവിലായ അവിടേക്ക് പോകുന്ന UN ട്രക്കുകളിലേറെയും കൊള്ളയടിക്കപ്പെടുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. സുരക്ഷയ്ക്കായി ഫലസ്തീൻ പോലീസിനെ ഉപയോഗിക്കുന്നത് ഇസ്രായേൽ തടഞ്ഞതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമെന്നും ഗുട്ടറസ് ചൂണ്ടിക്കാട്ടി. ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള കരേം ഷാലോം ഇടനാഴിയിലൂടെ തെക്കൻ ഗസയിലേക്ക് സഹായം എത്തിക്കലായി പകൽ സമയം ഈ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും തെക്കൻ ഗസയിലെ റഫയിൽ വിവിധ മേഖലയിൽ ഹമാസും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള നേർക്കുനേർ ഏറ്റുമുട്ടൽ രൂക്ഷമാണ്. മവാസിയിലെ അഭയാർത്ഥി കൂടാരങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 18 പേർ അടക്കം 35 ഫലസ്തീനുകാർ കൊല്ലപ്പെട്ടു. റഫയുടെ തെക്ക് കിഴക്കൻ മേഖലകൾക്ക് പിന്നാലെ പടിഞ്ഞാറൻ മേഖലയും ഇസ്രായേൽ ടാങ്കുകൾ വളഞ്ഞു. കനത്ത ബോംബാക്രമണവും തുടരുകയാണ്. 10 ലക്ഷത്തിലധികം ഫലസ്തീനുകാർ അഭയം തേടിയിരുന്ന റഫേൽ ഇപ്പോൾ 1 ലക്ഷത്തോളം പേർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്ന് UN ഏജൻസികൾ അറിയിച്ചു. ഖാൻ യൂനൂസ്, ഗസ സിറ്റി എന്നിവിടങ്ങളിലും ഒട്ടേറെ വീടുകൾ ബോംബാക്രമണത്തിൽ തകർന്നു. അതിനിടെ റഫേലെ ഷബൂര ക്യാമ്പിന് സമീപം 2 ഇസ്രായേൽ ടാങ്കുകൾ തകർന്നതായും സൈനികരെ വധിച്ചതായും ഹമാസ് അവകാശപ്പെട്ടു. ഗസയിൽ ഇതുവരെ 37,431 ഫലസ്തീനുകാരാണ് കൊല്ലപ്പെട്ടത്.